الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ കേൾക്കുന്ന ആയത്ത് നമുക്കേറെ സുപരിചിതമായ ആയത്താണ്. എല്ലാ ദിവസവും രാത്രി ആലു ഇമ്രാനിലെ 190-ാമത്തെ ആയത്ത് നമ്മൾ ഓതുന്നുണ്ട്. അതിൽ ഈ ആയത്തിന്റെ ആദ്യ ഭാഗം ഈ ആയത്തിൽ ഉണ്ട്. أعوذ بالله من الشيطان الرجيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتسريح الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ആളുകളെല്ലാവരും അയ്യാമുൽ ബീദിന്റെ നോമ്പ് തുറന്ന് അത്യാവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്ന സന്ദർഭമാണ്. നോമ്പുകാരുടെ പ്രാർത്ഥന ലോകത്തെമ്പാടുമുള്ള സത്യവിശ്വാസികൾ ഷഅബാനിൽ മിക്കവാറും നോമ്പെടുത്തുകൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ചയാണ്, അയ്യാമുൽ ബീദാണ്, ഷഅബാനുമാണ്. ഇത് മൂന്നും നിയ്യത്ത് വെക്കാൻ സാധിച്ച എത്രയോ സഹോദരീ സഹോദരന്മാർ ലോകത്തുണ്ട്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഖുർആന്റെ സംഗമം, ഖുർആൻ ആയത്തോതി അതിന്റെ അർത്ഥം പഠിക്കുന്ന സദസ്സ്, മലായിക്കത്ത് ഹാജരാകുന്ന സദസ്സ്. ഈ സദസ്സിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇപ്പോഴും ഈ ശബ്ദം കേൾക്കുന്ന സദസ്സുകൾ പിന്നീടും ഒരുപക്ഷെ അന്ത്യനാൾ വരെയും നീണ്ടു നിൽക്കുന്നതാണ്. അതുകൊണ്ട് സംഘാടകർക്ക്, അഹ്ദാ സബീൽ ഫൗണ്ടേഷന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിധത്തിലും അനുഗ്രഹമരുളുമാറാകട്ടെ. ആമീൻ. അല്ലാഹുവേ, ഖുർആൻ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാക്കാൻ, ഹൃദയത്തിന്റെ പ്രകാശമാകാൻ, വിഷമങ്ങൾ നീങ്ങുന്നതും ദുഃഖങ്ങൾ പോക്കുന്നതുമാകാൻ നീ അനുഗ്രഹിക്കണം. പരിശുദ്ധ ഖുർആന്റെ ആയിരം കോപ്പികൾ അല്ല, ലക്ഷക്കണക്കിന് കോപ്പികൾ ഉള്ള ഹറമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കയാണ്, അന്ന് ഹിറാ ഗുഹയിൽ വെച്ച് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങിയ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് കേൾക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അത് കേട്ട് തല്ലുകിട്ടി, അത് ഓതുമ്പോൾ തല്ലുകിട്ടി, ചോര പൊട്ടി, അത് ഓതിയതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് അങ്ങനെ ആയി. ഇപ്പോ ഇതാ ഈ ലക്ഷക്കണക്കിന് മുസ്ഹഫ് കൈവശം വെച്ച
കോടിക്കണക്കിന് മുസ്ഹഫ് കൈവശം വെച്ച വീടുകൾ എന്നും ഓതിക്കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ. ആ കൂട്ടത്തിൽ ചെറുപ്പകാലത്ത് അർത്ഥം പഠിക്കാനും ആശയം പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കാതിരുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് വെളിച്ചം നൽകിക്കൊണ്ടിരിക്കുന്ന അഹ്ദ പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ. സാധാരണക്കാര് പണ്ഡിതന്മാരെക്കാൾ പഠിച്ചവരാകുന്ന, പണ്ഡിതന്മാരെ പലരെക്കാളും പഠിച്ചവരാകുന്ന സ്ഥിതിവിശേഷം. എല്ലാവർക്കും അല്പം കാര്യങ്ങൾ അറിയാമെന്ന അവസ്ഥ. അല്ലാഹുവേ, ഏറ്റവും നല്ല ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുമാറാകണേ. ആമീൻ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 164-ാമത്തെ ആയത്ത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൻ ലിഉലിൽ അൽബാബ് എന്ന നമ്മളെ സൂറത്ത് ആൽ ഇമ്രാനിലെ 199-ാമത്തെ ആയത്തിന് സമാനമായി വീണ്ടും പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ആയത്തുകൾ വന്നിട്ടുണ്ട്. അതിനെല്ലാം സമാനമായി നമ്മൾ ഈ ആയത്ത് ഇവിടെ പഠിക്കുകയാണ്. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒട്ടു വിഷയങ്ങൾ, ഒരുപാട് വിഷയങ്ങൾ. ഇന്ന, തീർച്ചയായും. ഇന്ന എന്ന വാക്ക് നിങ്ങൾക്കറിയാം, ഒരു വിഷയത്തെ ശക്തിപ്പെടുത്തുന്നതിനാണ് തഅ്കീദ് എന്ന് പറയുന്നത്. ഇന്ന, അന്ന, ഇൻ, ല, ഇന്ന തുടങ്ങിയ കുറേ വാക്കുകളുണ്ട്, കുറെ അക്ഷരങ്ങളും വാക്കുകളുമുണ്ട് തഅ്കീദിൻ്റെതായ. അത് ഓരോ രംഗത്തും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന, തീർച്ചയായും. ഫീ ഇൽ, ഖൽഖ്, ഖലഖ എന്നതുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഖുർആനില് 127 സ്ഥലത്ത് വന്നിട്ടുണ്ട്. എത്ര? 127. പേനയും നോട്ട് ബുക്കുള്ള ആൾക്കാർ എഴുതിയെടുക്കുക, മൊബൈലുള്ള ആളുകൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്യുക. അള്ളാഹുവെ അനുഗ്രഹിക്കുമാറാകണം. അത് നമ്മൾ ഈ 164 ആയത്ത് ആയല്ലോ. ഇതിൽ 21-ാമത്തെ ആയത്തില് പറയുന്നുണ്ട്, 29-ാമത്തെ ആയത്തിലും പറയുന്നുണ്ട്. ഇനി ബാക്കി 3-ാമത്തെ വാക്കാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. 21-ാമത്തെ ആയത്ത് ഏതാ? യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. ഈ വാക്കിന്റെ അർത്ഥം ഇനി പറയേണ്ട ആവശ്യമില്ല. ഖലഖ, സൃഷ്ടിക്കും. യഖ്ലുഖു, സൃഷ്ടിക്കും. ഖാലിഖ്, സ്രഷ്ടാവ്. ഖല്ലാഖ്, ഏറ്റവും നല്ല ഉയർന്ന സൃഷ്ടാവ്. അപ്പോ ഖൽഖ്, സൃഷ്ടി. ഖൽഖ് ആദ്യമായി അവതരിച്ച സൂറത്തുൽ അലഖിലെ ആദ്യത്തെ ആയത്തിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ശരി, ഇനി ഒന്നും പറയാനില്ല. നഫീ ഖൽഖി, ഖൽഖ് സൃഷ്ടിപ്പ്, ഖലഖ സൃഷ്ടിച്ചു. അപ്പൊ ഇന്ന സി വന്നാൽ അടുത്ത വാക്കിന് കസ്ർ വരും. വാക്കിന് കസ്ർ വരിക എന്നാൽ വാക്കിന്റെ അവസാനത്തെ അക്ഷരത്തിനാണ് കസ്ർ വരിക. അത് ഗ്രാമറിലെ പൊതുവായൊരു തത്വമാണ്. ഇന്ന ഫീ ഖൽഖി സമാവാത്ത്, സമാവാത്തിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. നമ്മള് സൂറത്തുൽ ബഖറയില് 29-ാമത്തെ ആയത്തിലും 33-ാമത്തെ ആയത്തിലും 107-ാമത്തെയും 117-ാമത്തെയും 116-ാമത്തെയും ആയത്തിലും 5 സ്ഥലത്ത് നമ്മൾ സമാവാത്ത് പഠിച്ചിട്ടുണ്ട്. സമാവാത്ത് ആകാശങ്ങളാണ്. സമാത്ത് ആകാശം, അത്ഭുതകരമായ ആകാശം. ആകാശം നമ്മളെ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്താണ് ഈ ആകാശം? നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് നീലാകാശം എന്ന് പറയും, ചിലപ്പോൾ വെള്ള ആകാശമായി മാറും. ഏതായാലും ആകാശമേലാപ്പ്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തൂണില്ലാതെ
ബിഗൈരി അമദിൻ തറൗനഹ, നിങ്ങൾ കാണുന്ന ഒരു തൂണുമില്ലാതെ. എന്തൊരു മേലാപ്പ്, എന്തൊരു മേൽക്കൂര ഉണ്ടാകണമെങ്കിലും അതിന് തൂണ് വേണം. തൂണില്ലാതെ നിൽക്കാൻ കഴിയില്ല. പക്ഷേ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ നീണ്ട നമ്മളെ ഭൂമിയെ എല്ലാ വിധത്തിലുള്ള ഉൽക്കകളിൽ നിന്നും, വിഷവാതകങ്ങളിൽ നിന്നും, അതുപോലുള്ള വസ്തുക്കളിൽ നിന്നുമെല്ലാം സംരക്ഷിക്കുന്ന ഈ ആകാശത്തിന് തൂണില്ല. അങ്ങനെ തൂണില്ലാതെ ഈ ആകാശത്തെ സൃഷ്ടിച്ചു അവൻ. സൂറത്തുൽ ലുഖ്മാൻ പറഞ്ഞു. സൂറത്തു അൻബിയായിൽ എന്താ പറഞ്ഞത്? ഹിഫ്ളൻ മഹ്ഫൂളൻ, മഹ്ഫൂളൻ, ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന നിലക്ക്. ഹിഫ്ളൻ മിൻ കുല്ലി ശൈത്വാനിർ റജീം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഉൽക്കകളിൽ നിന്ന് സംരക്ഷിക്കുന്ന, നമ്മൾ ഇടക്കിടക്ക് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ള ആകാശങ്ങളുടെ സമാവാത്ത് എന്ന വാക്ക് 188 പ്രാവശ്യം വന്നിട്ടുണ്ട്. 188 പ്രാവശ്യം. നമ്മൾ ഒരായത്ത് പഠിക്കുമ്പോ, ഒരു വാക്ക് പഠിക്കുമ്പോ എത്രമാത്രം ആയത്തുകളും എത്രമാത്രം വാക്കുകളുമാണ് പഠിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. അപ്പൊ ആകാശങ്ങളുടെ സൃഷ്ടിപ്പ്. രണ്ടാമത്തേത് സമാവാത്തി വൽ അർദി, സമാവാത്തി വൽ അർദി, ഭൂമിയുടെയും. ഭൂമി 7 ഉണ്ടെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ ശാസ്ത്രീയ വശങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ധാരാളമായി പഠിക്കുന്നുണ്ടാവും. അർള് എന്ന വാക്ക് 425 പ്രാവശ്യം വന്നിട്ടുണ്ട്. അതിൽ 13 നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. 22-ാമത്തായത്ത്, 27, 29, 30, 33, 36, 60, 61, 71, അങ്ങനെ പല ഭാഗത്തും. ഏതായാലും കുറെ ആയത്തുകൾ നമുക്ക് ഈ സൂറത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടി. അടുത്തെന്താണ്? വഖ്തിലാഫ്. വഖ്തിലാഫ്, ഇഖ്തലഫ ഭിന്നിച്ചു, ഇഖ്തലഫ ഭിന്നിച്ചു, ഇഖ്തിലാഫ് ഭിന്നിപ്പ് നമ്മൾ സാധാരണ കേൾക്കുന്ന അർത്ഥമാണ്. ഒന്നിൽ നിന്ന് വ്യത്യസ്തമാവുക, ഒന്നിൽ നിന്ന് വ്യത്യസ്തമാവുക, അതാണ് ഭിന്നത. ഖിലാഫ് ഭിന്നത. ഖൽഫ്, ഖൽഫ പിന്നിൽ. ഇമാമിന്റെ പിറകിൽ നിൽക്കുന്നതിന് എന്ത് പറയും? ഖൽഫ. ഖലഫ്, ഖലഫ് പിൻഗാമി. ഖലീഫ പിൻഗാമി അല്ലെങ്കിൽ പ്രതിനിധി. പ്രതിനിധി എന്ന് പറയും, പിൻഗാമി. പിൻഗാമി, ജിന്നവർഗത്തിന്റെ പിൻഗാമിയായി മനുഷ്യനെ പടക്കുമ്പോൾ അള്ളാഹു നീ ജാഇലുൻ ഫിൽ അർളി ഖലീഫ എന്ന് പറയും. അതൊക്കെ ഈ വാക്കാണ്. ഖൽഫ പിന്നിൽ, ഖിലാഫ്, ഇഖ്തിലാഫ്. ഇവിടെ എന്താണ് അർത്ഥം? ഇഖ്തിലാഫ് വ്യത്യാസം. ഇഖ്തിലാഫുൽ ലൈലി വൻ നഹാർ എന്നർത്ഥം. ഇഖ്തിലാഫുൽ ലൈലി വൻ നഹാർ, രാവിന്റെയും പകലിന്റെയും വ്യത്യാസങ്ങൾ. രാവിന് ശേഷം പകൽ വരുന്നു, പകലിന് ശേഷം രാവ് വരുന്നു. രാത്രി വരുമ്പോൾ ലോകം മുഴുവൻ ഇരുളാകുന്നു. പകൽ വരുമ്പോൾ മെല്ലെ 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 വെളിച്ചം പിച്ച വെച്ച് വരുന്നു. മഗ്രിബിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മനോഹരമായ ഒരു കാര്യമുണ്ട്. നോമ്പ് തുറക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടാകും, ഭക്ഷണമില്ലാത്ത ആൾക്കാരുണ്ടാകും, എവിടെയെങ്കിലും കുടുങ്ങിയ ആൾക്കാരുണ്ടാകും, സമയമറിയാത്ത ആൾക്കാരുണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഇദാ അഖ്ബല അൽ-ലൈലു മിൻ ഹാഹുന, അവിടെ നിന്ന് ഇരുട്ടിങ്ങോട്ട് വരികയും
അത് പറഞ്ഞ ഹാറു മിൻഹാഹുന, പകൽ ഇവിടുന്ന് അങ്ങോട്ട് വിടവാങ്ങുകയും ചെയ്താൽ ഫഖദ് അഫ്തറ സ്വാഇം, നോമ്പുകാരൻ നോമ്പ് മുറിച്ചു കഴിഞ്ഞു. അപ്പോ നോമ്പ് മുറിക്കാത്തതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല, നോമ്പ് മുറിഞ്ഞു കഴിഞ്ഞു. ഭക്ഷണം കഴിയാത്ത വിഷമം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോ ഇഖ്തിലാഫുൽ ലൈലി വൻ നഹാർ, ലൈല് ഇഖ്തിലാഫ് എന്ന വാക്ക് 7 തവണ വന്നിട്ടുണ്ട്. എന്തിന്റെയാണ് ലൈല്? ലൈല് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രാത്രി. ലൈല് ലൈല് എന്ന വാക്ക് 66 തവണ വന്നിട്ടുണ്ട് ഖുർആനിൽ. 66 തവണ. ലൈലിന്റെ ബഹുവചനം എന്താ? ലയാൽ. 7 രാവും 8 പകലും, 8 രാവും 7 പകലും എന്ന് വന്നില്ലേ? അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ച്. ലൈല് നമ്മള് കേൾക്കുമ്പോൾ ആദ്യമായി ഓർമ്മ വരുന്നത് എന്താണ്? സൂറത്തു ലൈലാണ് അല്ലെ? ശരി. ലൈല് രാത്രി. നഹാർ, നഹാറ് പകല്. നഹാറ് പകല്. നഹാർ എന്ന വാക്ക് 46 തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പോ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകളുടെ മാറ്റത്തിലും, മാറി മാറി വരുന്ന രാവും പകലും. മനോഹരമായ സൂറത്തു യാസീനില് പകലിനെ രാത്രി വിഴുങ്ങുന്നതിനെ കുറിച്ച് ആ പറഞ്ഞ പറഞ്ഞില്ലേ? ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. രാത്രിയെയും പകലിനെയും തമ്മിൽ അള്ളാഹു വേർതിരിച്ചപ്പോൾ പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതെന്താണ്? ജീവിതായോധനത്തിന് വേണ്ടിയാണ് പകലിന്. പിന്നെയോ ലൈലിനെ ഉറക്കത്തിന്, വിശ്രമത്തിന്, അടക്കത്തിന്, സഖനൻ, സുബാക്കൻ തുടങ്ങിയ വാക്കുകൾ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, രാപ്പകലുകൾ മാറി മാറി വരുന്നുണ്ടല്ലോ. അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഈ രാത്രിയെ എന്നേക്കുമായിട്ട് സർമദനിലായോ മിൽക്കിയാമ, അന്ത്യനാൾ വരെയും രാത്രിയായി തന്നെ നിലനിർത്തിയാൽ മയ്യത്തിക്കും വിളിയാൻ, ആരാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവരാനുള്ളത്? അള്ളാഹു. അള്ളാഹുവിന്റെ കൂടെ വല്ല ഇലാഹുകളും ഉണ്ടോ? ഇല്ല. അതുപോലെ ഈ പകലിനെ സർമദനിലായോ മിൽക്കിയാമ, അന്ത്യനാൾ വരെ പകലാക്കി, സൂര്യൻ അസ്തമിക്കുന്നേയില്ല, എപ്പോഴും ചൂട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടങ്ങി താമസിക്കാനുള്ള രാത്രിയെ കൊണ്ടുവരാൻ ആരുണ്ട്? അള്ളാഹുവിന് പുറമെ വല്ല ഇലാഹും ഉണ്ടോ എന്ന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ചോദിക്കുന്നു. എത്രയെത്ര മനോഹരമായ ചോദ്യങ്ങളാണ്. അപ്പോ ഈ രാവിന്റെയും പകലിന്റെയും മാറ്റം എത്രയും സമയം നോക്കിയേ നിങ്ങളെ വാച്ചില്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വാച്ചിൽ പല സമയമാണ്. ഈ സമയം ആര് നിശ്ചയിച്ചതാ? വാച്ച് കമ്പനിയാണോ? അല്ല. പിന്നെയോ രാജ്യങ്ങളാണോ? അല്ല. പിന്നെയോ ഈ പ്രപഞ്ചത്തിന്റെ കറക്കമാണ്. ഭൂമിയുടെ കറക്കമാണ്, സൂര്യന്റെ കറക്കമാണ്, അല്ലേ? അപ്പോ രാവും പകലും മാറി മാറി വരുന്നത് സൂര്യനുമായി ബന്ധപ്പെട്ടതാണ്. ചന്ദ്രനുമായും ബന്ധമുണ്ട്. നമുക്ക് സൗരവർഷം നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ട്, ചന്ദ്രവർഷവും ഉണ്ട്. ചന്ദ്രവർഷത്തിന്റെ പ്രത്യേകത കാലാവസ്ഥകൾ മാറി 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 വരുമെന്നാണ്. സൗരവർഷത്തിന്റെ പ്രത്യേകത എല്ലാ ഡിസംബറും തണുപ്പ് തന്നെയാണ് എന്നതാണ്. എന്നാൽ അങ്ങനെയല്ല. നമുക്ക് റമദാൻ ചൂടിലും തണുപ്പിലും, മിതശീതോഷ്ണ കാലാവസ്ഥയിലും, വസന്തത്തിലും ഗ്രീഷ്മത്തിലും മഴയിലും മഞ്ഞിലും ഒക്കെ വരും. അള്ളാഹുവേ, നീയാണ് ഏറ്റവും ഉന്നതം. അള്ളാഹു ഉണ്ടാക്കിയ മാസമാണിത്. അപ്പൊ അതിന്റെ എല്ലാം ദൈനംദിന വ്യത്യാസം സൂര്യനാണ്.
ദൈനംദിന വ്യത്യാസം സൂര്യനാണ്. അപ്പോ ഈ പ്രപഞ്ചം കറങ്ങുകയാണ്. പമ്പരം കറങ്ങുന്ന പോലെയല്ല, പിന്നെയോ പന്തുരുളുന്ന പോലെയാണ്. പമ്പരം കറങ്ങുന്ന പോലെയല്ല. പമ്പരം കറങ്ങുമ്പോൾ അവിടെ തന്നെ കറങ്ങുന്നു. പന്തുരുളുന്ന പോലെ കറങ്ങുന്നുമുണ്ട്, പിന്നെയോ വലം വെക്കുന്നുമുണ്ട്. സൂര്യനെ വലം വെക്കുന്ന ചന്ദ്രൻ. അപ്പോ വന്നഹാർ, രാപ്പകലുകളുടെ മാറ്റത്തിലും ഇതൊക്കെ നമ്മൾ സാധാരണ കാണുന്നതാണ്. ഇനി അറബികൾക്കൊന്നും കണ്ട് പരിചയമില്ലാത്ത അന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സഹാബത്തിനോ ഒന്നും അന്ന് പരിചയമില്ലാത്ത ഒന്നാണ് ഇനി പറയുന്നത്. വൽഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ. ഫുൽക്ക്, ഫലക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങൾ അതിന്റെ ഭ്രമണപഥത്തിലൂടെ ഫലക്കിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ ഭ്രമണപഥത്തിലൂടെ നീന്തിക്കൊണ്ടിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണം. കടകട കടകട എന്നൊന്ന് ഒച്ചുണ്ടാക്കി പോവല്ല. നോക്കി, ഇവിടെ എത്ര ശബ്ദങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഫാനിന്റെ ശബ്ദം മുതൽ കിരികിരി ശബ്ദങ്ങള്, പരപര ശബ്ദങ്ങള് എല്ലാം. ഒരു വാഹനം, കുറെ വാഹനങ്ങൾ, എത്ര വാഹനങ്ങളാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ എല്ലാം അപശബ്ദങ്ങള് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരു ഓട്ടോറിക്ഷ പോയാൽ കാതടക്കും. ഒരു വിമാനമായാലും ട്രെയിനായാലും ബസ്സായാലും ഒക്കെ. നമ്മുടെ അടുക്കളയിലെ മെഷീനുകൾ, മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഉണ്ടാക്കുന്ന എരമ്പിക്കുന്ന ശബ്ദങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവൻ കോടി നക്ഷത്രങ്ങള്, ഗ്രഹങ്ങള്, ഉപഗ്രഹങ്ങള്, അണ്ഡകടാഹം അതിശക്തമായ വേഗതയിൽ, എത്ര വേഗതയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നിട്ടോ ഒരു നേരിയ ശബ്ദം പോലില്ല. കാം ആൻഡ് ക്വയറ്റാണ്, സമ്പൂർണ്ണ ശാന്തതയാണ്, നിതാന്ത അടക്കമാണ്, അനക്കത്തിന്റെ അടക്കമാണ്. അത് നിൽക്കുന്നില്ല, റെസ്റ്റ് എടുക്കുന്നില്ല. പെട്രോൾ അടിക്കാൻ, ഗ്യാസ് അടിക്കാൻ, എണ്ണ ഒഴിക്കാൻ, എന്തെങ്കിലും കേടുപാട് തീർക്കാൻ ഒരു വർക്ക്ഷോപ്പിലേക്കും പോകുന്നില്ല. നിരന്തരമായി അത് ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ അത്ഭുതകരമായ പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ കോണിൽ നിന്നുകൊണ്ട്, ഒരു ചെറിയ ഭാഗത്ത് നിന്നുകൊണ്ട് ഇത്തിരി പോന്ന മനുഷ്യൻ പറയാണ്, പടച്ചോൻ, നബിയോ, പരലോകോ എന്നിങ്ങനെ. അള്ളാഹുവെ കാത്ത് രക്ഷിക്കണേ. നമുക്ക് വിനയത്തിന്റെ, താഴ്മയുടെ, എളിമയുടെ, വണക്കത്തിന്റെ, വിധേയത്വത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് എപ്പോഴും താഴ്ന്നു വരാം. അപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉയർന്നു വരാം. ആര് താഴ്ന്നുവോ അവനെ അള്ളാഹു ഉയർത്താതിരിക്കില്ല. അപ്പോ ഓരോന്ന് കാണുമ്പോഴും, ഓരോന്ന് കേൾക്കുമ്പോഴും നമ്മൾ അതിന് സമാനമായി പലതും ചിന്തിക്കുന്നു. ഈ ആകാശഭൂമികളുടെ, രാപ്പകലുകളുടെ ഒക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ നമ്മുടെ കൈവശമുള്ള ഉപകരണങ്ങൾ ചിന്തിക്കുകയാണ്. നമ്മുടെ ഹൃദയം മിടിക്കണ്ടല്ലോ. ശബ്ദം വല്ലാതെ പുറത്തു കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ മുടി മുതൽ അടിവരെയുള്ള സംവിധാനത്തിൽ എന്തൊക്കെ ദഹന പചന പ്രക്രിയകളാണ് നടക്കുന്നത്. ചോരയോടുന്നുണ്ട്, വിയർപ്പുണ്ടാകുന്നുണ്ട്, മിഴിനീര്, കണ്ണുനീര്, ഉമിനീര്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാവുന്നുണ്ട്. ഈ ഫാക്ടറിയിൽ, മനുഷ്യ ഫാക്ടറിയിൽ എന്തൊക്കെ വസ്തുക്കളാണ് ഓരോ മിനിറ്റിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തിന്നുന്ന പഴം പല്ലായി, എല്ലായി, നഖമായി, മുടിയായി, തിന്നുന്ന ഇറച്ചി അതായി, ഇതായി, എല്ലാം. ഇതൊക്കെ നമ്മൾ ഓരോന്നും പഠിക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് എല്ലാം നമുക്ക് കണ്ണുനീര് വരണം, കരച്ചില് വരണം. പടച്ചോനെ, നമ്മളൊന്നുമല്ല, നമുക്കൊന്നുമില്ല. അപ്പൊ ഇവിടെ ഇനി പറയുന്നത്
വൽഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി. ഫുൽക്ക് കപ്പല്. ഫലക്കിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. ഭ്രമണപഥത്തിലൂടെ നീന്തിത്തുടിക്കുന്ന ഈ ഈ പിന്നെ നക്ഷത്ര ഗോളങ്ങള്, അണ്ടകടാഹം അല്ലേ? അപ്പോ ഫുൽക്ക് ഫുൽക്ക് എന്ന വാക്ക് 9 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഫുൽക്ക് എന്നുള്ളതിന് പകരം നിങ്ങൾ വേറൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച സൂറത്തിൽ എന്താ വായിച്ചത്? സഫീനത്ത്, കപ്പല്. പിന്നെ താബൂത്ത്, മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നഷ്ടപ്പെട്ടിരുന്ന അവരുടെ സമാധാനത്തിന്റെ അടയാളങ്ങളൊക്കെ തിരിച്ചു കിട്ടിയതുണ്ടല്ലോ, താബൂത്ത്. മെഹ്ജർ, മദാറ്, ബാഹിറത്ത്, സറൂഖ്, മർക്കബ്, ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഇവിടെ ഉണ്ട്, കപ്പലിന് പറയുന്നുണ്ട്. അതിലൊരു വാക്കാണ് ഇവിടെ അള്ളാഹു തെരഞ്ഞെടുക്കുന്നത്. വൽഫുൽക്കില്ലത്തി, അതിൽ സഫീനത്ത് ഖുർആനിൽ വന്നിട്ടുണ്ട്, താബൂത്തും ഖുർആനിൽ വന്നിട്ടുണ്ട്. ശരി. വൽഫുൽക്കി അല്ലത്തി തജ്രി. അല്ലത്തി എന്ന വാക്ക് നിങ്ങൾ എവിടെ പഠിച്ചത്? നിങ്ങളുടെ ബഖറയില് 24, 40, 47, 122, 142, 143 ആയത്തുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 67 സ്ഥലത്ത് വന്നിട്ടുണ്ട് അല്ലത്തി. അല്ലത്തി തജ്രി, സഞ്ചരിക്കുന്ന. സഞ്ചരിക്കുന്ന ആ ന എന്ന ആ അർത്ഥമാണ് അല്ലത്തി. എങ്ങനെയുള്ള, ഏത്, അതാണ് അല്ലത്തി. അല്ലതിയോ? അല്ലതിയോ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ അല്ലദീന, അല്ലേ? എങ്ങനെയുള്ളവർ, അത് അവർ എന്നാണ്. ഇതോ അത് എന്നുള്ള വസ്തുവാകുമ്പോ അല്ലത്തി, മനുഷ്യനാകുമ്പോ അല്ലതി, ആണാകുമ്പോ അല്ലതി, പെണ്ണാകുമ്പോ അല്ലത്തി. അല്ലാഹു. അപ്പൊ അല്ലത്തി എന്ന വാക്ക് 67 സ്ഥലത്ത് വന്നിട്ടുണ്ട്. അല്ലതീനെ കുറെ ഉണ്ട് കേട്ടോ, നമുക്ക് വേറെ പഠിക്കാനുണ്ട്. അല്ലത്തി തജ്രി, അല്ലത്തി തജ്രി, തജ്രി 52 സ്ഥലത്ത് തജ്രി എന്ന വാക്ക് വന്നിട്ടുണ്ട്. തജ്രി, ജറാ, ജറാ സഞ്ചരിച്ചു, ജറാ സഞ്ചരിച്ചു. യജ്രി, യജ്രി സഞ്ചരിക്കുന്നു. തജ്രി സഞ്ചരിക്കുന്നു. ജറ സഞ്ചരിച്ചു എന്നും ചലിച്ചു എന്നും. ചലിച്ചു എന്നും. ജറ എന്നുള്ളത് പോലെ ഒരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഉപയോഗിക്കാറുണ്ടോ സാധാരണ? ആ ഉണ്ട്. സദഖത്തുൻ ജാരിയ, ഒഴുകുന്ന, സഞ്ചരിക്കുന്ന, സഞ്ചരിക്കുന്ന. അപ്പൊ ഇവിടെ കപ്പൽ എന്താ ചെയ്യുന്നത്? വെറും സഞ്ചാരമാണോ? അല്ല, ഒഴുകുകയാണ്. സദഖത്ത് ജാരി എന്താ ചെയ്യുന്നത്? ഒഴുകുകയാണ്, നിൽക്കണേ ഇല്ല. നമ്മളൊരു മസ്ജിദ് ഉണ്ടാക്കി, ഓർഫനേജ്, അറബിക് കോളേജ്, കിണറ്, അത് നമ്മുടെ മരണശേഷവും അതങ്ങനെ ഒഴുകുകയാണ്, അതിന്റെ കൂലി ഖബറിലേക്ക്. അല്ലാഹുവേ അനുഗ്രഹിക്കണം. അപ്പോ വൽഫുൽക്കില്ലത്തി തജ്രി, സഞ്ചരിക്കുന്ന, ഒഴുകുന്ന. എവിടെ ഒഴുകുന്നത്? എവിടെ ഒഴുകുന്നത്? ഫിൽ ബഹരി. ഫീ ഇൽ, അതാദ്യം പഠിച്ചു. ഇന്ന ഫീ, ഇവിടെ ഫീ ഇൽ. ഫിൽ ബഹർ, ബഹർ കടൽ, കടൽ. ബഹർ കടൽ നമ്മളെപ്പോഴും വായിക്കുന്നതാണ്, പഠിക്കുന്നതാണ്. ഇവിടെ 50-ാമത്തെ ആയത്തില് വഇദ് ഫറഖ്നാ ബിക്കുമുൽ ബഹറ, മൂസാ അലൈഹിസ്സലാം ചെങ്കടൽ കടന്നു എന്ന ചെങ്കടലിന്റെ പരിസരത്തെത്തിയപ്പോ പിന്നിൽ സൈന്യം, മുന്നിൽ കടല്. ഇത് ഫറഖ്നാ ബിക്കുമുൽ ബഹറ, നാം നിങ്ങളെയും കൊണ്ട് ആ കടല് വളർത്തി.
ആ കടൽ വളർത്തി മുന്നോട്ട് പോയി അല്ലെ. അപ്പൊ ബഹ്ർ എന്ന വാക്ക് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്, കൂടുതൽ പറയേണ്ടതില്ല. തജ്രീഫിൽ ബഹ്രി. അപ്പോ 36 സ്ഥലത്ത് ബഹ്ർ എന്ന് വന്നിട്ടുണ്ട്. ബഹ്റിന്റെ ബഹുവചനം എന്താണ്? അബുഹർ. അബുഹർ. 7 കടലുകൾ മഷിയാക്കിയാലും മാനസിദത്ത് കലിമാത്തുള്ള, അള്ളാഹുവിന്റെ വാചനങ്ങൾ തീരൂല. സബ്അത്തു അബുഹരിൻ, 7 കടലുകൾ. ഈ ലോകത്തുള്ള എല്ലാ മരങ്ങളും പേനയാക്കുകയും പിന്നെ 7 കടലുകളും പിന്നെ എത്രയും മഷിയാക്കുകയും ചെയ്താൽ മരം പേനയാക്കിയത് പണ്ട് കണ്ടിട്ടുണ്ടാ? പണ്ട് ചെറുപ്പത്തിൽ വയസ്സായ ആൾക്കാർ ഉപയോഗിച്ചിരുന്നു. സ്റ്റിൽ പെൻ എന്ന് പറയും. പല മരങ്ങളും കൂർപ്പിച്ചിട്ട് മഷിയിൽ മുക്കിയിട്ട് എഴുതല പണ്ട് കാലത്ത്. അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ മരങ്ങളും പേനയാക്കിയാൽ ഇപ്പൊ എത്ര മഷി വേണം? അതനുസരിച്ച് വീണ്ടും 7 കടലും പിന്നെ 7 കടലും മഷിയാക്കിയാലും അള്ളാഹുവിന്റെ കലിമത്ത് അവസാനിക്കുന്നു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ വാക്കുകൾ അവസാനിക്കുന്നില്ല എന്ന് പടച്ചോൻ വ്യക്തമായി പറയുകയാണ്. അപ്പോ ആ പടച്ചോനെയാണ് ഒന്ന് നമുക്ക് ആരാധിക്കാൻ കിട്ടിയത്. ആ പടച്ചോനെയാണ് നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ കിട്ടിയത്. ആ പടച്ചോനാണ് നമ്മുടെ കൂടെയുള്ളത്. അവനാണ് നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. നമുക്ക് മഹാഭാഗ്യമാണ്. ബിംബം വേണ്ട, ജാറം വേണ്ട, ദുർഗ വേണ്ട, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നേരെ ആരാധിക്കാൻ അള്ളാഹു അനുഗ്രഹിച്ചു. ഇടയാളന്മാര് വേണം പലർക്കും. അള്ളാഹ്ന്ന് വിളിക്കണമെങ്കിൽ ഇടയാളന്മാര് വേണം. അത് വേണം, ഇത് വേണം, കാണിക്ക വെക്കണം, നിവേദ്യം സമർപ്പിക്കണം. നമുക്കതൊന്നും വേണ്ട. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ സദ്ഭാവ് നമുക്ക് നൽകിയ സന്ദേശം, അപ്പോ കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പൽ. പഴയകാലത്തെ കപ്പലുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം. പായ്ക്കപ്പലാണ്. മൂസാ നബിയും ഖദറും പോകുമ്പോ ആ സംഭവം ഉണ്ട്. അതങ്ങനെ കാറ്റനുസരിച്ച് ഇങ്ങനെ പോകും. എപ്പോഴാണ് അവര് എത്തുക? എപ്പോഴാണ് എത്തുക? തോണിയാണെങ്കിൽ തുഴയാ, കപ്പലാകുമ്പോ തുഴയാൻ പറ്റുമോ? എപ്പോഴാണ് അവരെത്തുക? മുമ്പ് എത്തും. ശരി, അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലും മുതൽ കപ്പലങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങുന്നു. ഇപ്പോഴും കപ്പലുണ്ട് അല്ലെ. ചെറുപ്പകാലത്ത് പലരും ഹജ്ജിന് പോയത്, ഉംറക്ക് പോയത് കപ്പലിലാണ്. ഗൾഫ് നാടുകളിലേക്ക് പോയത് പത്തേമാരിയിലാണ്. ബേപ്പൂരിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഇപ്പോഴും കപ്പലും പത്തേമാരിയും ബോട്ടും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളാണ്. കടലിൽ വെള്ളത്തിലങ്ങ് ഇട്ടാ പിന്നെ അങ്ങനെ തുഴയാതെ പോയിക്കൊണ്ടിരുന്ന് ലക്ഷ്യസ്ഥാനത്ത് വളരെ കാലങ്ങൾക്ക് ശേഷം എത്തുന്ന ആ ജീവിതം അല്ലെ. എന്താണ് കപ്പലിലുള്ളത്? ബിമാ യൻഫഉൻ നാസ. ബിമാ യൻഫഉൻ നാസ. യൻഫഉ, ആ വാക്ക് നമ്മൾ എവിടെ പഠിച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ് ഇടയൊക്കെ മാറിപ്പോയത് ജാരിയ എന്നുള്ളതാണ് അല്ലെ. സദഖത്തുൻ ജാരിയ. അള്ളാഹു സദഖ ജാരിയ നിർവഹിക്കാൻ എപ്പോഴും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ തെജിരി എന്നുള്ളത് അതിന് വന്നാണ്. ജറാ യജിരി. മജ്റ, ബിസ്മില്ലാഹി മജ്റേഹ വ മുർസാഹ. ആ കപ്പലിൽ കയറുമ്പോൾ നൂഹ് അലൈഹിസ്സലാം എന്താ പ്രാർത്ഥിച്ചത്? പറഞ്ഞത് ബിസ്മില്ലാ. ഇതിനെ സഞ്ചരിപ്പിക്കുന്ന, അതിനെ നങ്കൂരമൊഴിയിക്കുന്ന റബ്ബിന്റെ തിരുനാമത്തിൽ അല്ലെ. പിന്നെ ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. മനുഷ്യന്റെ ചോരയോടുന്നിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോ അതാണ് തെജിരി. 52 തവണ തെജിരി എന്ന് വന്നു. ഈ മാ യൻഫഉ നാസ. നാസ് യൻഫഉ, നമ്മൾ അതുപോലൊരു വാക്ക് നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ്? ഇൽമൻ നാഫിഅ അല്ലെ. സുബഹിന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഇത് ഉപകരിക്കുന്ന അറിവാണ് ഇൻഷാ അല്ലാഹ് അല്ലെ. അപ്പോ ബിമാ യൻഫഉ,
യൻഫഉ ഉപകരിക്കുന്നു, നഫഅ നഫഅ ഉപകരിച്ചു, യൻഫഉ ഉപകരിക്കുന്നു, ബിമാ യൻഫഉ ഉപകരിക്കുന്നതുമായി, ഉപകാരമുള്ള വസ്തുക്കളുമായി, ചരക്കുമായി, മനുഷ്യരുമായി സഞ്ചരിക്കുന്ന കപ്പൽ. 22 തവണയാണ് വന്നത്. 22 തവണ. അതില് 102-ാമത്തെ ആയത്തില് യൻഫഉ എന്ന് വന്നിട്ടുണ്ട് അല്ലേ? അപ്പോ അത് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. അന്നാസ് അർത്ഥം പറയേണ്ട ആവശ്യമില്ല. 180 തവണയാണ് നാസ് എന്ന് വന്നത്. ഒമിനന്നാസി ഒന്നാമതായി നമ്മൾ വായിക്കുന്നത് ഒമിനന്നാസി മൻ യഖൂലു അല്ലേ? 8-ാമത്തെ ആയത്തിൽ. അങ്ങനെ 13, 21, 24, 44 തുടങ്ങി കുറെ സ്ഥലങ്ങളിൽ നമ്മൾ ഈ നാസ് എന്ന വാക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ബിമാ യൻഫഉ നാസ ജനങ്ങൾക്ക് ഉപകരിക്കുന്നവയുമായി കടലിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കപ്പലിലും നിങ്ങൾക്ക് ഉപകാരമുണ്ട്. അല്ല, ആയത്തിലുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ. വമാ അൻസലല്ലാഹു, അൻസല ഇറക്കി. ഒരുപാട് വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. 162 തവണയാണ് അൻസല എന്ന വാക്ക് ഖുർആനിൽ പറയുന്നത്. നമ്മൾ ഏറ്റവും ഓർമ്മിക്കുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഇറക്കി ഇതിനെ ഖുർആനെ. നസ്സല ഇറക്കി, നസല ഇറങ്ങി, നുസില ഇറക്കപ്പെട്ടു, യുനസ്സലു ഇറക്കപ്പെടും, നസ്സല ഇറക്കി, യുനസ്സിലു ഇറക്കി. മുനസ്സിലത്ത് തൗറാത്തി വൽ ഇൻജീൽ, തൗറാത്തിനെയും ഇൻജീലിനെയും ഇറക്കിയ അല്ലാഹുവേ. നസല ബിഹിർ റൂഹുൽ അമീൻ. നമ്മൾ വെള്ളിയാഴ്ച സുബൈക്ക് കേൾക്കുന്നു അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ. തൻസീൽ ഖുർആന്റെ ആയിട്ട് ബന്ധപ്പെട്ട പല പരിപാടികളിലും നമ്മൾ തൻസീൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. തൻസീൽ ഇറക്കൽ എന്നാണ്. നുസൂല് ഇറങ്ങൽ. ഈസാ ഇബ്നു മറിയം ഇറങ്ങി വരുന്നതിനെ പറ്റി പറയുന്നുണ്ടല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോ 180 തവണ, 162 തവണ അൻസല. നമ്മൾ ആദ്യമായി കേൾക്കുന്നത് 4-ാമത്തെ ആയത്തിലെ ബഖറ. അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ഉൻസില ഇറക്കപ്പെട്ടു, അൻസല ഇറക്കി. ആരാ ഇറക്കിയത്? അൻസലല്ലാഹു. അള്ളാഹു എന്ന വാക്ക് നമ്മൾ എത്ര പ്രാവശ്യം പഠിച്ചു എന്ന് ആലോചിച്ച് നോക്കിയേ. അത് ഫാത്തിഹ മുതൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? അപ്പോ ഈ 2 ആയത്തിൽ പറഞ്ഞു. പിന്നെ കുറെ സ്ഥലം 2699 2699 പ്രാവശ്യം അള്ളാഹു. അള്ളാഹുമ്മ 4-5 പ്രാവശ്യം വന്നു അല്ലേ? ശരി. അള്ളാഹ, അള്ളാഹു, ലില്ലാഹി, അള്ളാഹി തുടങ്ങി ഒരുപാട് വാക്കുകൾ. ശരി. അപ്പോ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇ. അള്ളാഹു ആകാശത്തു നിന്നിറക്കിയ വെള്ളം. അപ്പൊ സമാ നമ്മൾ നേരത്തെ വായിച്ചു അല്ലെ? ഇനി അർത്ഥം പറയേണ്ട ആവശ്യമില്ല. ആകാശം, ആകാശത്ത് നിന്ന് മിൻ മാഇൻ എന്താ ഇറക്കിയത്? വെള്ളം. വെള്ളം 63 തവണ വന്നിട്ടുണ്ട്. മാ, അൽ മാ, പിന്നെയോ മാഅക്കും,
അല്ലേ? മാ അഹ ഒക്കെ നമ്മൾ ഓർമ്മയുണ്ട്. 63 തവണ മാ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ അൻസലല്ലാഹു മിനസ്സമാഇ മിൻ മാഇൻ, എന്നിട്ടോ ആകാശത്തുനിന്ന് അള്ളാഹു ഇറക്കിയ വെള്ളം, അതിലും ദൃഷ്ടാന്തമുണ്ട്. ഫഅഹ്യാ ബിഹിൽ അർദ ബഅദ മൗതിഹാ. അഹ്യാ ജീവിപ്പിച്ചു, ജീവിപ്പിച്ചു, ജീവൻ നൽകി. ഹയാത്ത് ജീവൻ, ജീവിതം. ഹയ്യ് അള്ളാഹു ഹയ്യാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യ് എന്നും ജീവിച്ചിരിക്കുന്നവൻ. ഹയാത്ത് മൗത്ത് അല്ലെ? അഹ്യ ജീവിപ്പിച്ചു. അഹ്യ എന്ന വാക്ക് 50 തവണ വന്നു. എത്ര? 50 തവണ അഹ്യ. നമ്മള് പിന്നെ അഹ്യാഉൻ തഹ്സബന്നല്ലദീന, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ പറ്റി നിങ്ങൾ പഠിച്ചില്ലേ? തഹ്സബന്നല്ലദീന ഫീ സബീലില്ലാഹി അംവാത്ത് ബൽ അഹ്യാഉ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഹയ്യ് ജീവനുള്ളവൻ, അഹ്യാ അതിന്റെ ബഹുവചനമാണ്. അഹ്യാ ജീവിക്കാൻ. യുഹീ വയുമീത്ത്, അങ്ങാടി പോകുമ്പോൾ ദിക്ർ ഓർമ്മ ഉണ്ടല്ലോ. 10 ലക്ഷം നന്മ, 10 ലക്ഷം പാപമോചനം, 10 ലക്ഷം പദവി. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത്തു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ. യുഹീ വയുമീത്തു. യുഹീ ജീവിപ്പിക്കുന്നു, യുമീത്തു മരിപ്പിക്കുന്നു. അതാണ് അഹ്യയുടെ മുളാരിയാണ് യുഹീ. അപ്പോ അഹ്യ അവൻ ജീവിപ്പിച്ചു, ബിഹി ഈ വെള്ളം കൊണ്ട്, അൽ അർദ ഏതിനെ? ഭൂമിയെ, ബഅദ മൗതിഹാ, ബഅദ മൗതിഹാ, ബഅദ ശേഷം, ബഅദ മൗതിഹാ അത് മരിച്ച ശേഷം, ചത്ത ശേഷം, വരണ്ട് വിണ്ടുകീറി ഉണങ്ങി വറ്റിക്കിടക്കുന്ന മണ്ണിലേക്ക് മഴ ഇങ്ങനെ പെയ്യുമ്പോ ആ മണ്ണങ്ങനെ ഉഷാറായിട്ട് എന്തെയ്യുന്നു? ജീവിക്കുകയാണ്, തളിരിടുകയാണ്, കുലുങ്ങുകയാണ്, വികാരം കൊള്ളുകയാണ്, വൈബ്രേറ്റ് ചെയ്യാണ്. വറബത്ത്, പിന്നെ അങ്ങനെ അതിന്ന് മണ്ണ് ചെടികൾ മുളക്കുകയാണ്, പൂവായി കായായി അങ്ങനെ ഉണ്ടാവുകയാണ്. അപ്പൊ എവിടുന്നാണ് വെള്ളം? ആകാശത്ത് എവിടെ വെള്ളം? ആകാശത്ത് എവിടെയാണ് വെള്ളം? ആകാശത്ത് വെള്ളം ഉണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഉണ്ടാവുന്നു? അത് കടലിൽ നിന്ന് വെള്ളം നീരാവിയായി പോകും. വെള്ളം നീരാവിയാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അടുക്കള പണിയെടുക്കുമ്പോ, ചായയോ ഭക്ഷണമോ ഉണ്ടാക്കുമ്പോ, വെള്ളം തിളപ്പിക്കുമ്പോ, ഭക്ഷണം തിളപ്പിക്കുമ്പോ പാത്രത്തിന്റെ മൂടിയുടെ അടിയിൽ ഇങ്ങനെ വെള്ളം ബാഷ്പ കണങ്ങളായി ഇങ്ങനെ കാണാം. എന്നാൽ കടലിൽ സമാവറുണ്ടോ? അടുപ്പുണ്ടോ? തിളപ്പിക്കാൻ മാർഗമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് വെള്ളം തിളക്കുന്നത്, നീരാവിയായി പൊങ്ങുന്നത്? കടലിലെ വെള്ളം ചളിയാണ്, ഉപ്പാണ്, പല ശവങ്ങളും ഉണ്ട് അതിൽ. എന്നാൽ കുടിക്കുന്ന വെള്ളമോ ശുദ്ധജലമാണ്. സ്വീറ്റ് വാട്ടർ എന്നാണല്ലോ ശുദ്ധജലത്തിന് പറയാ. അള്ളാഹുവെ അനുഗ്രഹിക്കണ്ട. ഒരു തുള്ളി വെള്ളം ഉണ്ടാക്കാൻ നമുക്ക് സാധ്യമല്ല. ഹാറൂൺ റഷീദ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. കുടിക്കാൻ നേരത്ത് പണ്ഡിതൻ ചോദിച്ചു, ഒന്ന് വെറ്റി, ഈ വെള്ളം നിങ്ങൾക്ക് കിട്ടാതിരുന്നാൽ, ഈ വെള്ളം നിങ്ങൾക്ക് കിട്ടാതിരുന്നാൽ നിങ്ങൾ എന്ത് വില കൊടുക്കാൻ തയ്യാറാകും? എന്റെ രാജ്യം കൊടുക്കാൻ തയ്യാറാകുന്നു. പറയും അല്ലാഹു അക്ബർ, അല്ലേ? കാരണം എന്താ? വെള്ളം കുടിക്കാതിരുന്നാൽ മരിച്ചുപോയില്ലേ? ആ വെള്ളം അള്ളാഹു ആകാശത്ത് നിറച്ചു. അങ്ങനെ ഈ നീരാവി വെള്ളം നീരാവിയായിട്ട്
പൊങ്ങി. പിന്നെ നാം കാണുന്നത് ഇങ്ങനെ വെൺമേഘമാണ്. വെളുത്ത മാവ് പോലെയുള്ള മേഘം ഇങ്ങനെ അവിടെ ചെതറിപ്പരന്ന് പടർന്ന് കിടക്കുന്നത്. കുറച്ചു കഴിയുമ്പോൾ ആ മേഘം ഇരുളുകയാണ്. ആരാണ് ആ മേഘത്തിൽ പൊടിപടലങ്ങൾ ഇടുന്നത്, അതിന് കനം വെപ്പിക്കുന്നത്? എന്നിട്ട് ആ കറുത്ത മേഘം ഇങ്ങനെ അവിടെ നിന്ന് നീങ്ങുകയാണ് തിരുവനന്തപുരത്തേക്ക്, ഫറോക്കിലേക്ക്, തിരൂരിലേക്ക്, ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും. കടപ്പുറത്ത് നിന്ന് ആ മേഘം ഇങ്ങനെ വരികയാണ്. സുഖനാഹുലി ബലദിൻ മയ്യിത്തി, ചത്തുകിടക്കുന്ന ഒരു നാട്ടിലേക്ക് നാം അതിനെ നയിക്കുന്നു എന്നല്ലാഹു. ഗർഭിണിക്കാറ്റുകളെ നാം അയച്ചു. ഈ മഴയുടെ മുന്നറിയിപ്പ് ബുശ്രം ബൈന യദൈ റഹ്മത്തിഹി, എന്റെ അനുഗ്രഹത്തിന്റെ കരുണയുടെ സന്തോഷ വാർത്തയുമായിട്ട് വരുന്നു. അവിടെ പറയുന്നുണ്ടല്ലോ, അൻസല മിനസ്സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർദ. അങ്ങനെ ആ മഴ വൈറ്റ് പെയ്യാണ്. അല്ലാഹു അക്ബർ. മഴ പെയ്യിക്കുന്നത് ആരാ? സൂറത്തുൽ ലുഖ്മാൻ അവസാനത്തിലെ ആയത്തിൽ നസ്ഇലുൽ ഗൈസ, മഴ പെയ്യിക്കുന്നത് അവനാണ്. അല്ലാഹുവേ നിങ്ങൾക്ക് മഴ തരണ്ടേ. ആമീൻ. അപ്പോ അഹ്യാ ബിഹിൽ അർള, ഭൂമിയെ ജീവിപ്പിക്കുന്നു. ബഅദ മൗതിഹാ, ബഅദ മൗതിഹാ, അത് നശിച്ച ശേഷം. ബഅദ ശേഷം, ബഅദ ശേഷം. 198 തവണയാണ് ബഅദ എന്ന വാക്ക് വന്നത് ഖുർആൻ. ബഅദ ശേഷം, ഖബ്ല മുമ്പ്, ബഅദ ശേഷം. യുഹ്യി, അഹ്യ, ബഅദ മൗതിഹാ. മൗത്ത് എന്ന വാക്ക് 80 സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഹയാത്ത് 68 സ്ഥലത്തുണ്ട്, മൗത്ത് 80 സ്ഥലത്തുണ്ട്. ബസ്സ വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബത്തി. വബസ്സ, പരത്തി. നമ്മളെല്ലാ പ്രസംഗത്തിന്റെയും തുടക്കത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുള്ള ഒന്നാമത്തെ ആയത്ത് നിസാഇലെ ബസ്സ ഫീഹാ, അല്ലേ? യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ. ബസ്സ, പരത്തി, വ്യാപിപ്പിച്ചു. ബസ്സ എന്ന വാക്ക് 5 സ്ഥലത്ത് ഖുർആനിൽ വന്നിട്ടുണ്ട്. ബസ്സ. പിന്നെ അതിന് പുറമെ ബസ് എന്ന് വന്നിട്ടുണ്ട്. ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. ബസ് വിഷമം, ദുഃഖം. ബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ. ഫീഹ, അതിൽ, ഭൂമിയിൽ. ഫീഹ എന്ന വാക്ക് 215 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഫീഹ, ബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബത്തി, എല്ലാ ജീവികളെയും, ഇഴജന്തുക്കളെയും. ദാബ്ബ, ദബ്ബ ഇഴഞ്ഞു, ദബ്ബ ഇഴഞ്ഞു. ദബീബ് ഇഴയൽ. ശിർക്ക് നിങ്ങളിലേക്ക് ഗോപ്യമായിട്ട് വരുന്നതാണല്ലേ. ശിർക്ക് ഫീക്കും അഖ്ഫാ മിൻ ദബീബിൻ നംലി, ഉറുമ്പരിക്കുന്നതിനേക്കാൾ രഹസ്യമായി വരുന്നു പറഞ്ഞില്ലേ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ഇഴഞ്ഞു, ദബ്ബ ഇഴഞ്ഞു. ദാബത്ത് ഇഴയുന്ന, നടക്കുന്ന, അതായത് ചരങ്ങൾ. ചരാചരം എന്ന് പറയില്ല നമ്മള്. ചരം എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത്, അചരം എന്ന് പറഞ്ഞാൽ ചലിക്കാത്തത്. മരം, മല, അതൊക്കെ ചലിക്കാത്തതാണ്. ചരം, ചരമായ ജീവികൾ, ചലിക്കുന്ന ജീവികൾ. അപ്പോ അങ്ങനെയുള്ള എല്ലാ ജീവികളും ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? വെള്ളം കൊണ്ടാണ്, അല്ലേ? വെള്ളം ഒരു അത്ഭുത വിഷയമാണ്. വകാന അർശുഹു അലൽ മാ. 7-ാമത്തെ ആയത്തിൽ അള്ളാഹു വരുന്നത്. അള്ളാഹുവിന്റെ സിംഹാസനം എവിടെയാണ്? വെള്ളത്തിന്മേലാണ്. പടത്തുന് അത് എവിടെയാണ്? വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്. എല്ലാ ജീവനുള്ള വസ്തുക്കളെയും നാം വെള്ളത്തിൽ നിന്നാണ് പടച്ചത് എന്ന് സൂറത്ത് അംബിയായിൽ 30-ാമത്തെ ആയത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ നിന്നാണ്, അല്ലേ? അപ്പോ മിൻ മാഇൻ, മിൻ മാഇൻ. അതുപോലെ സൂറത്ത് വാഖിയയിൽ ചോദിക്കുന്നുണ്ട് 68, 69, 70. ഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി,
മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനിറക്കുന്നത് എന്ന്. അല്ലാഹു അക്ബർ. അപ്പോ പടച്ചോന്റെ മഹത്തായ അനുഗ്രഹമാണ് മഴമേഘങ്ങളിൽ നിന്ന് ഇറക്കുന്നതിനെ കുറിച്ച്. അല്ലാഹുവേ, നമ്മൾ എത്ര പാവങ്ങളാണ്, ഞങ്ങൾ എത്ര പാവങ്ങളാണ്, നീ എത്ര മഹാനാണ് അല്ലേ. ആ വെള്ളം എവിടുന്നൊക്കെയാണ് വരുന്നത്, പാറ പൊട്ടിയിട്ട് വെള്ളം ഉണ്ടാകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ശരി, അപ്പോ ആയത്തിന്റെ അവസാനത്തിലേക്ക് കിടക്കുകയാണ്. ഇടക്ക് ബാങ്ക് കൊടുത്താൽ ബാങ്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് പൂർത്തിയാക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇതാപത്തി ഇനി പറയുന്നത് റീഹ് കാറ്റ്, റിയാഹ് ബഹുവചനം. 19 സ്ഥലത്താണ് റിയാഹ് വന്നിരിക്കുന്നത്. റീഹ് കാറ്റ്, റിയാഹ് കാറ്റുകൾ. തസ്രീഫ് തിരിച്ചുവിടുക. കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കൂലേ, വടക്കും തെക്കും കിഴക്കും അങ്ങനെയുള്ള പല കാറ്റുകളും. ചെറിയ കാറ്റ്, കൊടുങ്കാറ്റ്, അങ്ങനത്തെ ഒരുപാട് കാറ്റുകൾ അല്ലെ. അതിൽപ്പെട്ടതാണ് ഗർഭിണിക്കാറ്റ് അഥവാ പരാഗണം ഊമ്പടി വഹിച്ചുകൊണ്ട് ചെടികളിൽ നിന്ന് ചെടികളിലേക്ക് സഞ്ചരിക്കുന്ന കാറ്റ് അല്ലെ. അതുപോലെ മേഘങ്ങളെ തെളിക്കുന്ന കാറ്റ്, അങ്ങനെയുള്ള എല്ലാ തസ്രീഫ് റിയാഹ് കാറ്റുകളെ തിരിച്ചുവിടുന്നത് അതിലും അടയാളമുണ്ട്. വസ്സഹാബിൽ മുസഖ്ഖരി ബൈന സമാഇ വൽ അർളി അല്ലെ. അപ്പൊ ആകാശം എന്നുള്ള മൂന്നാമത്തെ പ്രാവശ്യം. സഹാബ് മേഘം, സഹാബ് മേഘം. 9 സ്ഥലത്താണ് സഹാബ് വന്നത്. സഹാബ് മേഘം വെള്ളത്തിന്റെ വലിയ ജലാശയമാണ്, വെള്ളത്തിന്റെ വലിയ ഒരു കുടമാണ്, വലിയൊരു കേന്ദ്രമാണ്, സംഭരണിയാണ് കൊണ്ടുപോകുന്നത് മേഘം അല്ലെ. മഴമേഘം, പലതരത്തിലുള്ള മേഘങ്ങളുണ്ട്. അപ്പോ എങ്ങനെയുള്ള മേഘമാണ്? അൽ മുസഖർ ബൈന സമാഇ വൽ അർളി, ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട ആകാശത്തിനും ഭൂമിക്കുമിടയിൽ കീഴ്പ്പെടുത്തപ്പെട്ട മേഘം. അപ്പോ ആകാശത്തിന് ചുവട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്ഥലങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന മേഘം. മുസഖർ, സഖറ കീഴ്പ്പെടുത്തി. സഖറ എന്ന വാക്ക് 19 തവണ വന്നു, മുസഖർ ഒരു തവണ വന്നു. അപ്പോ ആ മുസഖറായ കീഴ്പ്പെടുത്തപ്പെട്ട സഹാബ് മേഘത്തെ അള്ളാഹു കീഴ്പ്പെടുത്തി. അപ്പൊ അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതിലെല്ലാം എന്തുണ്ട്? തീർച്ചയായും ലാ എന്നാണെങ്കിലോ ഇല്ല. തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ ഉണ്ട്. ആയാത്ത് 280 തവണയാണ് ആയാത്ത്. ആർക്ക്? ചിന്തിക്കുന്ന ജനതകൾ. യഖിലൂൻ എന്ന വാക്ക് 49 തവണ വന്നിട്ടുണ്ട്. തുടങ്ങി ഒരുപാട് തവണ നമ്മളോട് ചിന്തിക്കാൻ പറയുന്നു.
ചിന്തിക്കാൻ പറഞ്ഞത് മതത്തെ ഉണ്ടാക്കാനല്ല, മതത്തെ പരിപോഷിപ്പിക്കാൻ, പ്രചരിപ്പിക്കാൻ, ജീവിതത്തിലേക്ക് പകർത്താനാണ്. ആയത്തുകൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിട്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളാനാണ്. അപ്പോ ഇതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ നമ്മള് ഒന്ന് ഹൽക്ക് സമാവാത്തി വല്ലാണ്ട്, രണ്ട് ഇഖ്തിലാഫുൽ വന്നഹാർ, മൂന്ന് ഫുൽക്ക്, നാല് വെള്ളം, അഞ്ച് ജീവജാലങ്ങളുടെ സൃഷ്ടി, ആറ് കാറ്റുകളുടെ തിരിച്ചുവിടൽ, ഏഴ് ഈ 7 കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിന്തിക്കാൻ നമ്മളോട് ഏൽപ്പിച്ചിരിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. എല്ലാം നമുക്ക് പഠിക്കണം, മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എത്ര വാക്ക് പഠിച്ചു? ഇന്ന് 2316 വാക്ക് പഠിച്ചു. 2316 വാക്ക്. ഇനി ഇതിനപ്പുറം കുറെ ഉണ്ട്. കാരണം ഇതിന്റെ ഒരു വാക്ക് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ അപ്പുറവുമായിട്ട് ഒരുപാട് വാക്ക് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി റബ്ബിനോട് കൂടുതൽ അടുക്കുക. റമദാൻ മാസമാണ് വരുന്നത്. കൂടുതൽ പടച്ചവന്റെ അനുഗ്രഹം ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹം കുറച്ച് ഭാഗം എല്ലാവർക്കും കൊടുക്കുക. ഏറ്റവും വലിയ അനുഗ്രഹം ഹിദായത്താണ്. അള്ളാഹുവോട് മാത്രം ദുആ ചെയ്യുന്ന, ഇസ്തിഗാസ് ചെയ്യുന്ന ആളുകളെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. 13, 14, 15 നോമ്പുണ്ട്, എന്നാൽ ബറാഅത്ത് നോമ്പില്ല എന്ന കാര്യം കൂടി പറഞ്ഞെടുക്കാം. ഇതിന് നോമ്പുണ്ട്. ഒരു നോമ്പ് നമ്മളെ പ്രവർത്തനം കൊണ്ട് കുറയില്ല. കൊല്ലത്തിൽ 216 നോമ്പുണ്ട്. കൊല്ലത്തിൽ 216 നോമ്പുണ്ട്. ഒന്നിനെയും നമ്മൾ നഷ്ടപ്പെടുത്തുന്നില്ല. എന്നാൽ ആ നോമ്പ് 15-ന് നിൽക്കുന്ന നോമ്പിന്റെ നിയ്യത്ത് റസൂലുള്ള പഠിപ്പിച്ച രീതിയിലാകണം എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. നോമ്പുണ്ട്, ഉണ്ട്, പക്ഷെ അത് ബറാഅത്ത് നോമ്പല്ല. ഖുർആൻ ഇറങ്ങിയത് ബറാഅത്ത് രാവിനാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. ഇനിയോ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയത്. അതേതാണ്? ശഹ്റു റമളാൻ, റമളാൻ മാസത്തിലാണ്. അത്രേ ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും സലഫു സ്വാലിഹിന്റെ മാതൃകയിലേക്കും നമ്മൾ ആളുകളെ അടുപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരും അള്ളാഹുവെ, പാപികളാണ് പൊറുപ്പുകൾ, പാവങ്ങളാണ് ശക്തി പകരണം. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അള്ളാഹുവെ അനുഗ്രഹിക്കട്ടെ. പാപികളായ ഞങ്ങൾക്ക് പൊറുത്തരണേ, പാവങ്ങളായ ഞങ്ങൾക്ക് ശക്തി പകരണേ, കൂടുതൽ സമ്പത്ത് നൽകിയും സന്താനങ്ങളെ നൽകിയും അനുഗ്രഹിക്കണം. രോഗികൾക്കെല്ലാവർക്കും ശിഫ നൽകണേ. മരിച്ചുപോയ സത്യവിശ്വാസികളായ മാതാപിതാക്കൾ, മക്കൾക്ക്, കുടുംബാദികൾ എല്ലാവർക്കും അള്ളാഹുവെ സ്വർഗം നൽകി അനുഗ്രഹിക്കണം. ഖുർആൻ വായിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബ്. നബി ജീവിതത്തിലൂടെ, സഹാബത്തിന്റെ ജീവിതത്തിലൂടെ ഈ ഖുർആനെ മനസ്സിലാക്കാൻ റബ്ബെ അനുഗ്രഹിക്കുമാറാകണം. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الحمد لله رب العالمين. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ?